पंकजं व्यालयज्ञसूत्रमिन्दुशेखरं कृपाकरं नारदादि योगी वृन्दवन्दितं दिगम्बरं काशिकापुराधिनाथ कालभैरवं भजे। ഞാൻ സുധീർ നമ്പൂതിരി, ശബരിമല മുൻ മേൽശാന്തി. തിരുനാവായ മാഘമക മഹോത്സവം 2025 8, 9, 10, 11, 12 തീയതികളിൽ നടത്തപ്പെടുന്നു. കേരളത്തിലെ ഏക നദീ ഉത്സവം ആയിട്ടാണ് ഈ ഒരു മഹോത്സവം നടത്തി പോരുന്നത്. ഇത് ഭാരതപ്പുഴയുടെ ഉത്സവമാണ്, കേരളപ്പുഴയല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ പുഴയ്ക്ക് പ്രാധാന്യമുണ്ട്. മാഘമാസത്തിലെ മകം നക്ഷത്ര ദിനത്തിൽ ഈ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ സാന്നിധ്യത്തിൽ കൂടി സപ്തനദികളുടെ പ്രവാഹമുണ്ട് എന്നാണ് വിശ്വാസം. അതിൻ്റെ ഭാഗമായി ഒട്ടനവധി കാര്യങ്ങൾ ഈ മാഘമക മഹോത്സവത്തിന് ഈ തത്വമസി ട്രസ്റ്റും അതിൻ്റെ സംഘാടക സമിതിയും കൂടി നടത്തപ്പെടുന്നു. വർഷങ്ങളായി നടത്തപ്പെടുന്ന ഈ ഒരു ഉത്സവം ഈ വർഷവും അതിവിപുലമായി നടത്തപ്പെടുകയാണ്. ശ്രീചക്ര ഘോഷയാത്രയോടുകൂടി ആരംഭിക്കുകയാണ് ഈ മഹാ ഉത്സവം. ഭാരതപ്പുഴയുടെ കേരളത്തിന് തുടക്കസ്ഥാനമായ കൊടുമ്പ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി തിരുനാവായ വരെ ഒട്ടനവധി ക്ഷേത്രങ്ങളിലൂടെ ദർശനം നടത്തി നിളയെ ആരാധിച്ച് തിരുനാവായ എത്തിപ്പെട്ട് ഈ മഹോത്സവത്തിന് കൊടിയേറി തുടങ്ങി 4 ദിവസങ്ങളിലായി മഹാരഥന്മാരായ കേരളത്തിലെ ഒട്ടനവധി തന്ത്രിമുഖ്യന്മാരും സന്യാസിശ്രേഷ്ഠന്മാരും വന്ന് ഈ ഒരു മഹത്തായ കർമ്മം വളരെ വിജയകരമായി തീർക്കുന്നു. സന്യാസി സംഗമം ഇതിൻ്റെ പ്രത്യേക സവിശേഷതയാണ്. കൂടാതെ ശ്രീചക്രപൂജ, കുശ്മാണ്ഡി ഹോമം, ഒട്ടനവധി കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്നു. ഈ ഒരു പുണ്യനദിയിൽ ത്രിമൂർത്തി സംഗമ സ്ഥാനഘട്ടമായ ശ്രീചക്ര സംവിധാനത്തിലുള്ള ഈ ഒരു പുണ്യനദിയിൽ വെച്ച് നടത്തപ്പെടുന്ന ഈ ഒരു മഹാസംരംഭത്തിൽ ലോകത്തിലെ എല്ലാവരും, കേരളീയരായ എല്ലാവരും പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൂടാതെ ഈ ഒരു നദിയിൽ മാഘമകത്തിൻ നക്ഷത്ര ദിവസം ശിവലിംഗത്തെ പൂജിച്ച് ആ പുഴയെ ഗംഗ, യമുന, തുടങ്ങിയിട്ടുള്ള സപ്തനദികളെ വിശിഷ്യമായ അവരുടെ ഉപചാര മന്ത്രങ്ങളെ കൊണ്ട് ആവാഹിച്ച് പൂജിച്ച് ആരതി നടത്തി പുണ്യമാക്കി തീർക്കുകയാണ് ഈ ചടങ്ങിൻ്റെ ഒരു വൈവിധ്യമായ ഒരു ചടങ്ങ്. തീർച്ചയായിട്ടും പരശുരാമ സങ്കല്പത്തിലുള്ള ഈ ഒരു തിരുസന്നിധിയിൽ വെച്ച് നടത്തപ്പെടുന്ന ഈ ഒരു കർമ്മത്തിന് അതിപുരാതനമായ പഴക്കമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നമുക്കറിയാവുന്ന മാമാങ്കത്തിന് അതിപുരാതനമായി നടത്തപ്പെട്ടിരുന്നു എന്നാണ് കേരളത്തിലെ ഒട്ടനവധി, അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ നിന്ന് പോലും ഒട്ടനവധി ഹിന്ദു സംഘടനകളും വിവിധ തീർത്ഥാടകരും എല്ലാം ഇവിടെ വന്നു ചേർന്നിരുന്നതായിട്ടും ഒട്ടനവധി ഹൈന്ദവ ആചാരങ്ങളും ഇതിൻ്റെ ഭാഗമായി നടത്തപ്പെട്ടിരുന്നു എന്നും നമുക്കറിയാം. തൈപ്പൂയ മഹോത്സവം ഒട്ടനവധി ഇവിടെ നടക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും കുംഭമേളയ്ക്ക് തുല്യമായത് ഈ ഒരു സംരംഭത്തിൽ ലോകരെല്ലാവരും പങ്കെടുത്ത് ഇതിൻ്റെ പുണ്യം നുകരുവാൻ ഈ ഒരു തിരുസന്നിധിയിൽ എത്തിപ്പെട്ട് ഇതിൻ്റെ ഭാഗമാക്കാവുവാൻ നിങ്ങൾ ഓരോരുത്തരെയും നന്ദിപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു.